ഹായ് നമസ്കാരം, ഗുഡ് ഈവനിങ്. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? സുഖമല്ലേ? ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ. മഴയെന്ന് പറഞ്ഞാലും പോലെ ഭയങ്കര മഴ, ഭയങ്കര കാറ്റും ഒക്കെ ഉണ്ട്. അപ്പോഴെന്താ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ എല്ലാവരും ചായ കുടിയൊക്കെ കഴിഞ്ഞ് കാണും. ഞാനൊന്നും ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേറ്റ് എല്ലാ ദിവസത്തെ പോലെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. അതൊരു അനിയനെ വിളിച്ചിട്ട് പറഞ്ഞു ഷോപ്പ് നേരത്തെ അടച്ചോ, കാരണം വേറെ ഒന്നും കൊണ്ടല്ല, മഴയാണ്. പിന്നെ ഈ സമയത്ത് ആരും ഇങ്ങനെ പർച്ചേസിനോ കാര്യങ്ങൾക്ക് എന്തായാലും ഇറങ്ങത്തില്ല. അന്നേരം ഞാൻ പറഞ്ഞു അടച്ചിട്ട് വരാൻ പറഞ്ഞു. വരുന്ന വഴിക്ക് നവ്യയിൽ പോയിട്ട് എനിക്ക് മധുരസേവയൊക്കെ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അത് കേട്ടോണ്ട് നേരെ നവ്യ ബേക്കറിയിൽ പോയി. പക്ഷേ നവ്യ ബേക്കറിയിൽ ഇത് മഴ ആയതുകൊണ്ട് അവർക്ക് സാധനങ്ങൾ വരാത്തതുകൊണ്ട് അവർ ഷട്ടർ അടച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് കിട്ടിയില്ല. പിന്നെ അവിടുന്ന് അതിന് മുമ്പ് ഏതോ കടയിൽ നിന്ന് എന്തൊക്കെയോ ചെറിയ ചെറിയ തിന്നാനുള്ള സാധനം മേടിച്ചുകൊണ്ട് വരുന്നുണ്ട്. എന്തായാലും എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ പെടുത്തിയെന്ന്. കാരണം ഞാൻ നേരെ നവ്യയിലോട്ട് പോകാൻ പറഞ്ഞുകൊണ്ടാണ് ആലയം തിരിച്ച് അങ്ങോട്ട് പോയത്. അന്നേരം ഭയങ്കര ബ്ലോക്കാന്നൊക്കെ പറയുന്നു. അന്നേരം എല്ലാവരും മഴയായിട്ട് ഇങ്ങനെ വീട്ടിൽ തന്നെ കുത്തിയിരിക്കുകയായിരിക്കും. എനിക്കിനി കട്ടൻ ചായയൊക്കെ ഇട്ട് കുടിച്ചിങ്ങനെ ഇരിക്കാം. കാരണം ഒറ്റയ്ക്കിരിക്കാൻ ഭയങ്കര ടെൻഷനാണെന്നേ. കാരണം ആരുമില്ലല്ലോ സംസാരിക്കാനൊന്നും. എനിക്ക് നിങ്ങളൊക്കെ ഉള്ളൂ, നിങ്ങളോട് തന്നെ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് നിങ്ങളോടൊക്കെ ഉള്ളൂ സംസാരിക്കാനുമല്ല, വേറെ ആരും ഈ വീട്ടിൽ ഇല്ല. പിന്നെ എല്ലാവരും എന്താ പറയുക, ചില ആൾക്കാരുടെയൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ യൂട്യൂബ് വീഡിയോകൾ കാണും, ഓരോ ആൾക്കാരുടെയൊക്കെ. കാരണം ഞാൻ നമ്മളായിട്ട് അവർക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കണമല്ല, നമുക്ക് ആരും ചെയ്തെന്നില്ലെങ്കിൽ നമ്മളവർക്ക് ചെയ്തു. ഞാൻ എല്ലാ ആൾക്കാരുടെയും യൂട്യൂബിൽ ഇരുന്ന് കാണും, വീഡിയോകൾ കാണും. പിന്നെ ഓരോ ആൾക്കാരെ കുറിച്ച് പറയുന്നത് കാണും, ഒക്കെ കാണും. യൂട്യൂബ് തുറന്നാൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ കുശുമ്പും കുനാരത്തോളും, പിന്നെ അവരെ പറ്റി ഇവർ പറയുന്നു, ഇവരെ പറ്റി അവരെ പറയുന്നു, അതൊക്കെ തന്നെയാണ് യൂട്യൂബിലുള്ളത്. അല്ല പ്രത്യേകിച്ച് വേറെ ഒരു കാര്യങ്ങളും ഇല്ല. ഞാൻ അതൊക്കെ കണ്ടിങ്ങനെ അങ്ങ് ഇരിക്കും. അതൊക്കെ തന്നെയാണ് ഇപ്പോൾ പ്രധാന ജോലി. പിന്നെ മഴയല്ലേ, മഴയത്ത് എവിടെ പോകാനാണ്? ഒരു സിനിമ കാണാൻ പോകണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഈ മഴയത്തൊന്നും പറഞ്ഞാൽ മുഴുവൻ സിനിമയ്ക്കൊന്നും കൊണ്ടുപോകത്തില്ല. പിന്നെ പനി പിടിച്ച് കിടക്കുമെന്ന് പേടിച്ച് അവൻ കൊണ്ടുപോകില്ല. പിന്നെന്താ, അമ്മയടുത്തും സിസ്റ്ററടുത്തും പോയിട്ട് 2-3 ദിവസമായി. കാരണം സിസ്റ്ററോട് ഞാൻ ചെറുതായിട്ടൊന്ന് പിണങ്ങിയിരിക്കുക, വേറെ ഒന്നുമല്ല. ഒരു ദിവസം ഞാൻ അവളെ വിളിച്ചപ്പോഴേ, അന്നേരം അവൾ അമ്മയടുത്ത് പറഞ്ഞു അമ്മ ആ ഫോണൊന്ന് കൊടുത്തെന്ന് പറഞ്ഞാൽ അവൾ ഭയങ്കര ജാട അടിച്ച്. ഞാൻ പിന്നെ വിളിച്ചോളാന്ന് പറഞ്ഞു. എന്നെ പിന്നെ വിളിച്ചില്ല. ഇന്ന് എനിക്ക് ആരോ ലിഫ്റ്റിലെങ്ങാണ്ട് എന്തോ അപകടം പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ആ വീഡിയോ അയച്ചെന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചേക്കുന്നത്, എന്നെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഫോൺ എടുത്തില്ല. കുറച്ച് കഴിയുമ്പോൾ ഞാൻ വിളിച്ച അമ്മയോട് ചോദിച്ചു, അമ്മ എന്താ വിളിച്ചു പറഞ്ഞ് എന്തോ ലിഫ്റ്റിൽ എന്തോ ഒരാൾക്ക് അപകടം പറ്റിയതൊരു സ്ഥലത്ത്, അത് പറയാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ചോദിച്ചതുമില്ല ഇവളെന്ത് ചെയ്യുന്നു, ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചോദിക്കുക എന്ത് ചെയ്യുന്നെന്ന്. കാരണം 2 ദിവസമായി സംസാരിച്ചിട്ട്. എപ്പോഴും നമ്മളങ്ങനെ അങ്ങോട്ട് ചെന്ന് മിണ്ടുമ്പോൾ ഭയങ്കര അഹങ്കാരമാണ്. അന്നേരം വെച്ച് നമ്മൾ മിണ്ടാതിരിക്കണം അല്ലേ? ചെറിയ പിണക്കം, വലിയ പിണക്കമൊന്നുമല്ല, ചെറിയ സൗന്ദര്യ പിണക്കം, അത്രയേ ഉള്ളൂ. പിന്നെന്താ, ഇന്നെന്താ ഞാൻ പറഞ്ഞില്ല, പരിപ്പുര ഉണ്ടാക്കി, മെഴുക്കുരട്ടി ഉണ്ടാക്കി. ഇനി ചോറ് രാത്രിയിലേക്ക് ഇല്ല, ഇച്ചിരി ചോറേ ഉള്ളൂ. പക്ഷേ എനിക്ക് നല്ല വിശപ്പുണ്ട്. മഴയായ ആൾക്കാർക്ക് ഭയങ്കര വിശപ്പാണെന്നേ, സത്യം ഭയങ്കര വിശപ്പാണ്. അന്നേരം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറച്ചുകൊണ്ടേ ഇരിക്കണം. എനിക്ക് മഴയായി കഴിഞ്ഞാൽ ഭയങ്കര വിശപ്പാണ്. പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്നൊരു ഉറക്കവും. പിന്നെ തടി വെക്കാൻ വേറെ ഒന്നും വേണ്ടല്ലോ, ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക. ഇത് രണ്ടുമാണ് ഇപ്പോഴത്തെ ഹോബി. പിന്നെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്, തൂക്കുന്നുണ്ട്, തുടയ്ക്കുന്നുണ്ട്, എല്ലാ ജോലികളും ചെയ്യുന്നത്, തുണി അലക്കിയിടുന്നുണ്ട്. മറ്റേത് വീട്ടിൽ ഇതൊക്കെ ചെയ്യാൻ ഒരു കൊച്ച് വരുമായിരുന്നു. ഇപ്പം അതില്ല, ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്യുന്നത്. പക്ഷെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ, ലൈഫ് എൻജോയ് ചെയ്താണ് എല്ലാം ചെയ്യുന്നത്. പിന്നെ എന്താ പറയുക, ഇങ്ങനെയൊക്കെ അങ്ങ് പോന്നു ലൈഫ്. ഇങ്ങനെ എനിക്കെന്താ നിങ്ങളോടിങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലെന്നേ, സത്യം. അതുകൊണ്ടാണ് ഈ വന്നിരുന്ന് ഇങ്ങനെ ചുമ്മാതെ സംസാരിക്കുന്നത്. എനിക്ക് പിന്നെ വേറെ ആൾക്കാരെ കുറ്റം പറയാനൊന്നുമില്ല. ഉള്ളത് ഇങ്ങനെയൊക്കെ തന്നെ പറയാനേ ഉള്ളൂ. എന്നെക്കുറിച്ച് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മളാൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ്? ഇത് കണ്ടിട്ടില്ലേ, ഓരോ ആൾക്കാരെ എടുത്തിട്ടങ്ങ് ചുമ്മാതങ്ങ് കരിവാരി തേക്കുകയാണ്. അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് പക്ഷേ അതിൻ്റെയൊന്നും ആവശ്യമില്ല. നമുക്ക് എന്ത് പറയാൻ പറ്റുമോ അത് പറയുക, അത്രയേ ഉള്ളൂ. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ എന്താ പറയുക, എല്ലാവരും പുതിയ സിനിമ ഇറങ്ങിയ സിനിമയൊക്കെ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാനൊരു സിനിമ ഇപ്പോൾ ഈ ഒരു മാസമായിട്ട് ഒന്നും കണ്ടിട്ടില്ല. ഇതിൽ കാണുന്നുണ്ട്, OTT പ്ലാറ്റ്ഫോമിൽ മിക്ക സിനിമകളും കാണുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഇടയിൽ ദാനേൻ്റെ ഇൻ്റർവ്യൂ കണ്ടു. കാരണം എനിക്ക് ദാനിനെക്കുറിച്ച് വലിയ അഭിപ്രായങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ, സത്യം ഞാൻ പറയാമല്ലോ. എനിക്ക് ദാനിനെ അത്ര അങ്ങോട്ട് ഇഷ്ടമൊന്നും അല്ലായിരുന്നു. പക്ഷേ ദാനിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഫുള്ളിരുന്ന് ഞാൻ കണ്ടപ്പോൾ ഞാൻ ദാനിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം പുള്ളിയുടെ ഇൻ്റർവ്യൂ കേൾക്കാൻ നല്ല രസമാണ്.
അതുകൊണ്ട് ഞാൻ ദാൻ്റെ ഇൻ്റർവ്യൂവും ദാൻ്റെ സിനിമ വെക്കുമ്പോൾ ഞാൻ മുൻസിലൂടെ എനിക്ക് ആ ചെക്കൻ്റെ സിനിമ കാണണ്ട, ഇഷ്ടമല്ലെന്നൊക്കെ ഞാൻ പറയാമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താ 2-3 പടം ദാൻ്റെ സിനിമ കണ്ടു. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. ദാൻ്റെ തന്നെ ചോദിച്ചാൽ ഇപ്പം മാറിയല്ലോ ദാൻ്റെ സിനിമ, ഇപ്പോൾ പുതിയൊരു സിനിമ ദാൻ്റെ ഇറങ്ങിയില്ല, അത് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ അനിയൻ പറഞ്ഞു വേണ്ട, അതിപ്പോൾ പോകണ്ട, ഈ മഴ ആയതുകൊണ്ട് ഇപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് കാണാൻ പറ്റിയില്ല. ദാൻ ഇൻ്റർവ്യൂ പേളിമാണിയായിട്ട് ഇൻ്റർവ്യൂ ആണ് ഞാൻ ദാൻ്റെ കണ്ടത്. എനിക്കതിലാണ് ദാനത്തിൽ ഭയങ്കര ഒരു പുള്ളിയുടെ ഇൻ്റർവ്യൂ ചെയ്യണം ഭയങ്കര ഹാപ്പിനെസ് തോന്നി. അതിനുശേഷം ധ്യാനൊരു പ്രത്യേക സ്നേഹം എനിക്കുള്ളത്. കാരണം പിള്ളേരല്ലേ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ കണ്ടുകൊണ്ടിരിക്കാൻ രസമാണ് ധ്യാനിൻ്റെ. പിന്നെന്താണ്, പിന്നെ പ്രത്യേകിച്ച് വേറെ വിശേഷമൊന്നും ഇല്ല. ഇങ്ങനെ ഇരിക്കുക, പളപ്പള സംസാരിക്കുക, ഇതൊക്കെ തന്നെയാണ്. അപ്പം നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കും, സമാധാനത്തോടിരിക്കും. മഴയാണ്, കഴിവതും മഴയത്ത് പുറത്തോട്ടൊന്നും ഇറങ്ങാതെ വീട്ടിൽ തന്നെ കുത്തിയിരിക്കും. കട്ടൻ ചായയോ കപ്പ വേവിച്ചതോ കപ്പ പുഴുങ്ങിയതോ എന്താണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള സാധനത്തിൻ്റെ കൂടെ കഴിച്ചിട്ട്. എനിക്ക് എനിക്ക് കറി വെച്ച കപ്പയെക്കാട്ടി എനിക്ക് പുഴുങ്ങിയ കപ്പ ഇഷ്ടം. കാരണം ഈ കൊത്തി മഞ്ഞപ്പൊടിയൊക്കെ ഇടുന്നതിന് മുമ്പ് ആ വെള്ളം നിറത്തിലുള്ള കപ്പ എടുത്തിട്ട് കഴിക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ അതിൻ്റെ കൂടെ കാന്താരി മുളക് ചതച്ചത് സ്ഥിരം എനിക്ക്, അതിലേക്ക് തേങ്ങ പീരിടണം. വായിക്കൂടെ വെള്ളം വരുന്നത് പറഞ്ഞപ്പം എനിക്കതാണ് ഭയങ്കര ഇഷ്ടം. പക്ഷേ ഇപ്പോൾ കപ്പ വെക്കാൻ ഭയങ്കര മടിയായി. ഇപ്പോൾ എൻ്റെ ജോലിയെല്ലാം ഒതുങ്ങി ചുമ്മാ റിലാക്സ് ആയിട്ട് ഇങ്ങനെ നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുക. ഇനി കട്ടൻ ചായ ഇടണം. അവരെന്തെങ്കിലും കഴിക്കാൻ മേടിച്ചുകൊണ്ട് വരും, അപ്പോൾ കട്ടൻ ചായ ഇട്ട് അത് കുടിക്കണം. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കും, സമാധാനത്തോടെ ഇരിക്കും, ഭക്ഷണങ്ങൾ കഴിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.